നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ തലച്ചോറിന് വ്യായാമം ആവശ്യമാണ്. ബിന്ധ്യാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്നോർത്ത് നമ്മുടെ ശരീരം എപ്പോഴും നമ്മൾ വ്യായാമം ചെയ്യാനും ശരീരത്തെ സംരക്ഷിക്കാനും എല്ലാം നമുക്ക് ഭയങ്കര താല്പര്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ബ്രെയിനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. നമ്മുടെ ശരീരം പോലെ തന്നെ നമ്മുടെ തലച്ചോറിന് വ്യായാമം ആവശ്യമാണ്. അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് തലച്ചോറിനെ വ്യായാമം ചെയ്യാൻ, ബ്രെയിനെ ഫോക്കസ് ചെയ്യാനായിട്ട്, മെമ്മറിയൊക്കെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില മോർണിംഗ് എക്സസൈസുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ എവിടെയെങ്കിലും റിലാക്സ്ഡ് ആയിട്ടിരുന്ന്, അല്ലെങ്കിൽ ആ എഴുന്നേൽക്കുന്ന ടൈമിൽ നമ്മുടെ ബെഡിൽ തന്നെ ഇരുന്ന് ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. നമ്മൾ ഡീപ്പ് ബ്രീത്തിങ് എക്സസൈസ് എല്ലാവർക്കും തന്നെ അറിയാം. നമ്മൾ മൂക്കിലൂടെ ശ്വാസം എടുത്ത് നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം നമ്മൾ അതിനെ പതുക്കെ, അതായത് ചുണ്ട് ചെറുതായിട്ട് തുറന്ന് നമ്മുടെ വായിലൂടെ തന്നെ ശ്വാസം വെളിയിലേക്ക് വിടുക. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം, ഒരു 5 പ്രാവശ്യം ചെയ്യുക. അത് നമ്മുടെ ബ്രെയിനിന് ഓക്സിജനേഷൻ കൂടാനായിട്ട് സഹായിക്കുകയും അങ്ങനെ നമ്മുടെ മെമ്മറി വീണ്ടെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ മോർ ഫോക്കസ്ഡ് ആയിരിക്കും. ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ മൈൻഡിനെ ബ്ലോ ചെയ്യിക്കുന്നതാണ്. അതായത് നമ്മൾ മനക്കണക്ക് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. നമ്മളെല്ലാവരും എളുപ്പ വഴിയിൽ കാൽക്കുലേറ്ററിനെയാണ് ആശ്രയിക്കുന്നത്. കാരണം നമുക്ക് ചിന്തിക്കാനായിട്ട് ആ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ നമുക്ക് താല്പര്യമില്ല. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മുടെ ചിന്തകളും നമ്മുടെ മനസ്സും അവിടെ മടി പിടിച്ച് ലേസി ആയിത്തീരുക. അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. ആ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്വന്തമായിട്ട് അത് എഴുതി കൂട്ടുകയോ മനസ്സിൽ ചിന്തിച്ച് കൂട്ടുകയോ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ആ മെൻ്റൽ വർക്കിംഗ് പവർ കൂടും, നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഫോക്കസ് ആയിത്തീരും, നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവ് കിട്ടും. മെമ്മറി ലോസും അതുമൂലം മാറിപ്പോകും. ഇതൊന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നൊരു കാര്യം. നമ്മൾ പണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങളെ. ഞാനത് പറഞ്ഞുതരാം. മൂന്നാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. റിലാക്സ്ഡ് ആയിട്ടിരുന്നതിന് ശേഷം നമ്മൾ കണ്ണുകൾ അടച്ചിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണം. നമ്മുടെ എൻവയോൺമെൻറ്റിനെ ഫോക്കസ് ചെയ്യണം. അന്തരീക്ഷത്തിൽ നമ്മുടെ ചുറ്റും എന്തൊക്കെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റുമോ അതിനെ നമ്മൾ ക്യാച്ച് ചെയ്യണം. ചിലപ്പം വണ്ടി പോകുന്ന സൗണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്തുള്ള ഒരാൾ സംസാരിക്കുന്നതായിരിക്കും, ചില പക്ഷികൾ കരയുന്നതായിരിക്കും. നമ്മൾ ആ സൗണ്ടിനെ ഗ്രാസ്പ് ചെയ്യണം. അത് കുറച്ച് നേരം കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സൗണ്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഇത് നമ്മുടെ മൈൻഡിനെ, അതായത് നമ്മുടെ മെമ്മറിയെ വീണ്ടെടുക്കാൻ സഹായിക്കും. കൂടുതൽ നമ്മൾ ഫോക്കസ്ഡ് ആകും. നമുക്ക് പലപ്പോഴും നല്ല ക്ലെവർ ആയ പോലെ നമുക്ക് അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാകും. ഇതാണ് മൂന്നാമത്തെ കാര്യം. ഇത് നമ്മുടെ ഫോക്കസ് റിയലി ഇത് വർക്ക് ചെയ്യും. നാലാമത്തെ കാര്യമാണ്, അത് എല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ കുറച്ച് പേരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. നോൺ ഡൊമിനൻ്റ് ആയിട്ടുള്ള കൈവച്ച് നമ്മൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണം. അതായത് ഞാൻ റൈറ്റ് ഹാൻഡഡ് ആകുമ്പോൾ എനിക്ക് ലെഫ്റ്റ് ഹാൻഡ് അത്ര വശമില്ല. ചില ആൾക്കാർക്ക് ലെഫ്റ്റ് ഹാൻഡ് നല്ല വശമായിരിക്കും, റൈറ്റ് ഹാൻഡ് അത്ര പാങ്ങാകത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് റൈറ്റ് ഹാൻഡഡ് ആണെങ്കിൽ നമ്മൾ രാവിലെ എഴുന്നേറ്റ്, അല്ലെങ്കിൽ ആ ഒരു ദിവസം ലെഫ്റ്റ് ഹാൻഡ് വെച്ച്, ചിലപ്പോൾ ബ്രഷ് ചെയ്യുന്ന റൈറ്റ് ഹാൻഡ് വെച്ചാണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ബ്രഷ് ചെയ്യുക. റൈറ്റ് ഹാൻഡ് വെച്ച് എഴുതുവാണെങ്കിൽ 1-2 വേർഡുകൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് എഴുതുക. അപ്പം നമ്മൾ ഏത് ബ്രെയിനാണോ നമ്മൾ യൂസ് ചെയ്യുന്ന അതിൻ്റെ ഓപ്പോസിറ്റ് ഹെമിസ്ഫിയറിലുള്ള ബ്രെയിൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട്, കാരണം ഇത് ഒത്തിരി നമുക്ക് ഫോക്കസ് കിട്ടുന്നതിനുള്ള നമ്മുടെ മൈൻഡിന് നല്ല നല്ല ഉന്മേഷമുള്ളതാക്കി തീർക്കും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഏറ്റവും ബെസ്റ്റായിരിക്കും ഇത്. ഇനി അഞ്ചാമത്തത് ഫൈനലായിട്ടുള്ള എക്സസൈസ് ഏതെന്ന് ചോദിച്ചാൽ, നമ്മൾ രാവിലെ 2 വേർഡുകൾ പഠിക്കുക, പുതിയ വേർഡുകൾ പഠിക്കുക. അപ്പം നമുക്ക് ചിലപ്പോൾ ഇംഗ്ലീഷിലായിരിക്കും നമുക്ക് ബുദ്ധിമുട്ടുള്ളതെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഹിന്ദിയോ ഏതിലാണെന്ന് വെച്ചാൽ അതിൻ്റെ പുതിയ 2 വേർഡുകൾ പഠിക്കുക. അത് ഉച്ചയ്ക്ക് ശേഷം ഈ 2 വേർഡ് ഉപയോഗിച്ച് ഒരു 3 സെൻറ്റൻസുകൾ ഉണ്ടാക്കുക. ഇത് നമ്മുടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും നമ്മുടെ
കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കാനും നമുക്ക് ഒരു ഹെസിറ്റേഷൻ ഇല്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കാനുമുള്ളൊരു കഴിവുണ്ടാക്കി തരുന്നു. അങ്ങനെ നമ്മുടെ ബ്രെയിൻ ഷാർപ്പനായി തരുന്നു. നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക്. ഇത് ബെസ്റ്റായിരിക്കും. നമ്മൾ പ്രായം കൂടുമ്പോഴുള്ള നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറും, മെമ്മറി ലോസുകൾ മാറും, പല പേരുകളിട്ട് വിളിക്കുന്ന നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന പല ഡിസീസുകൾക്കും നമുക്ക് ഈ വ്യായാമം ഒരു നല്ല കാര്യം തന്നെയാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.